പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഏറ്റവും മികച്ച ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്ന NIA രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മേധാവിയായി നിയമിക്കപ്പെട്ടു. മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായി മാറുക. അങ്ങനെ കേന്ദ്ര സർക്കാരുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ലോക്നാഥ് ബെഹ്റ IPS പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാന DGP ആയി നിയമിതനായി. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ പാർട്ടി മാറുന്നത് പോലെ ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കെ ചാഞ്ചാടി കളിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. സർവീസിൽ ഇരുന്നപ്പോൾ ഭരിക്കുന്ന സർക്കാരുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുക, അവിടെ നിന്ന് മാറുമ്പോൾ ആ ബന്ധം സമർത്ഥമായി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ബെഹ്റയുടെ രീതി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിലെത്തിയത്. അവിടെ നിന്ന് വിരമിച്ചപ്പോൾ കൊച്ചി മെട്രോ MD ആയി പിണറായി കസേരയിട്ടിരുത്തി. അങ്ങനെയുള്ള ലോക്നാഥ് ബെഹ്റ IPS നാളുകൾക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് പിന്നിൽ ബെഹ്റയാണെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തിന്റെ മുന ഇപ്പോൾ ബെഹ്റയുടെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത്. 3 പ്രമുഖ പാർട്ടികൾക്കുമിടയിൽ ഒരു പാലമായി ഇടനിലക്കാരനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ബെഹ്റ. IPSൽ നിന്ന് വിരമിച്ചിട്ടും കേരളത്തിൽ ഉന്നത പദവിയിൽ തുടരുന്ന ലോക്നാഥ് ബെഹ്റയുടെ കർമ്മപഥം കൊച്ചി മെട്രോയിൽ ഒതുങ്ങുന്നില്ല. 1985 കേഡർ IPS ഓഫീസറായ ബെഹ്റ കേരള പോലീസിൽ ASP ആയാണ് തുടക്കം. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കമ്മീഷണർ, വിജിലൻസ് ഡയറക്ടർ എന്നിങ്ങനെ പടിപടിയായി ഉയർന്നാണ് പോലീസ് മേധാവി വരെ ആയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറിനെ ഊരയ്ക്ക് ചവിട്ടി പുറത്താക്കി ബെഹ്റയെ DGP കസേരയിൽ ഇരുത്തി. എന്നാൽ സെൻകുമാർ കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി തിരികെ എത്തി DGP ആയി. സെൻകുമാർ വിരമിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് പിണറായി ബെഹ്റയെ മടക്കി കൊണ്ടുവന്നു. അതോടൊപ്പം ചരിത്രത്തിൽ ആദ്യമായി വിജിലൻസിന്റെ ചുമതല കൂടി കൊടുത്ത് പുതിയ കീഴ്വഴക്കമുണ്ടാക്കി. അന്നാണ് ബെഹ്റയുടെ നിറം എന്താണെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. കാവിയോ അതോ ചുവപ്പോ? കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിരുന്ന് ഏറെ വിവാദമായ നിരവധി കേസുകളാണ് ബെഹ്റ കൈകാര്യം ചെയ്തത്. CBIയിൽ SP ആയി ഡൽഹിയിലെ പ്രവർത്തനം തുടങ്ങി. ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റൈനിന്റെ കൊലപാതകം, മുംബൈയിലെ ഭീകരാക്രമണം തുടങ്ങിയ വലിയ കേസുകളാണ് ബെഹ്റ അന്വേഷിച്ചത്. 2009 ദേശീയ അന്വേഷണ ഏജൻസി എന്ന NIA രൂപീകരിച്ചപ്പോൾ ബെഹ്റ അതിന്റെ ഓപ്പറേഷൻസ് മേധാവിയായി. തീവ്രവാദികൾക്കുള്ള സാമ്പത്തിക സഹായം അന്വേഷിക്കുന്ന NIAയിലെ ടീമിനെ നയിച്ചതും ബെഹ്റയായിരുന്നു. മലയാളിയായ പ്രാണേഷ് കുമാർ എന്ന ജാവേദ് ഗുലാം ഷെയ്ഖ്, മുംബൈ സ്വദേശിനി ഇസ്രത്ത് ജഹാൻ എന്നിവരടക്കം 4 പേരെ ഗുജറാത്ത് പോലീസ് വെടിവെച്ച് കൊന്ന 2004 അഹമ്മദാബാദ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് ബെഹ്റയ്ക്ക് നിർണായകമായി. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാനെത്തിയ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നു എന്നായിരുന്നു പോലീസ് കേസ്. എന്നാൽ ഇതിനെതിരെ ഇസ്രത്ത് ജഹാന്റെ ബന്ധുക്കൾ കോടതിയെ സമീപിക്കുകയും 2009 അഹമ്മദാബാദ് കോടതി വ്യാജ ഏറ്റുമുട്ടലാണെന്ന് വിധിക്കുകയും ചെയ്തു. ഇതോടെ മോദിയെയും ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത്ഷായെയും കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിർത്തി. എന്നാൽ പിന്നീട് ഈ കേസ് CBI അന്വേഷിക്കുകയും അമിത്ഷായുടെ പങ്കിന് തെളിവില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മുംബൈ സ്ഫോടന കേസിൽ അമേരിക്കയിൽ പിടിയിലായ ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയെ അവിടെ എത്തി ചോദ്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് ലോക്നാഥ് ബെഹ്റയായിരുന്നു. പ്രാണേഷ് കുമാറും ഇസ്രത്ത് ജഹാനും യഥാർത്ഥത്തിൽ തീവ്രവാദികൾ ആയിരുന്നെന്നും മോദിയെ വധിക്കാൻ ഇവർ നിയോഗിക്കപ്പെട്ടിരുന്നു എന്നുമുള്ള മൊഴിയുമായാണ് ബെഹ്റ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. വ്യാജ ഏറ്റുമുട്ടൽ കേസിന്റെ പേരിൽ ബാക്കി നിന്ന പേരുദോഷം കഴുകിക്കളയുവാൻ ഹെഡ്ലിയുടെ മൊഴിയടങ്ങിയ ബെഹ്റയുടെ റിപ്പോർട്ട് ഉപകരിച്ചു. അമിത്ഷായുടെ കരിയറിലും ബെഹ്റയുടെ ഈ ഇടപെടൽ ഏറെ നിർണായകമായിരുന്നു. ഇതെല്ലാം ചേർത്താണ് മോദി അമിത്ഷാ സംഘത്തിന്റെയും പിണറായി വിജയന്റെയും ഇടയിലെ പാലമാണ് ബെഹ്റ എന്ന ആരോപണം പ്രതിപക്ഷം പലപ്പോഴും ഉയർത്തുന്നത്. കേരളത്തിൽ ബെഹ്റയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങൾ ഉണ്ടായി. തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെ വ്യാജ പുരാവസ്തു ശേഖരത്തിൽ ഉൾപ്പെട്ട സിംഹാസനത്തിൽ DGP ഇരിക്കുന്ന ചിത്രം വ്യാപകമായി പ്രചരിച്ചെങ്കിലും ഒരു പ്രസ്താവന കൊണ്ടുപോലും പ്രതികരിക്കേണ്ട സ്ഥിതി ബെഹ്റയ്ക്കുണ്ടായില്ല. ഭരണ നേതൃത്വം അദ്ദേഹത്തെ തെല്ലും സംശയിച്ചുമില്ല. വളരെ പെട്ടെന്ന് പിണറായിയുടെ വേണ്ടപ്പെട്ടയാളായി മാറി ബെഹ്റ. ഭരണത്തിലിരിക്കുന്നവരുടെ ഉറ്റതോഴനായി എല്ലായ്പ്പോഴും ബെഹ്റയുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഏറ്റവും അടുത്തു നിൽക്കുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് ബെഹ്റ. പണ്ട് കൊച്ചി പോലീസ് കമ്മീഷണർ ആയിരുന്ന കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരനുമായി ഏറ്റവും അടുപ്പമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ബെഹ്റ. മുഖ്യമന്ത്രിയുടെ വസതിയിലെ പതിവ് സന്ദർശകനായി മാറിയ അദ്ദേഹം ഇതിലൂടെയാണ് പത്മജയുമായി സൗഹൃദത്തിലായത്. ഇപ്പോഴും പത്മജയുമായി അതേ അടുപ്പം ബെഹ്റയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് K മുരളീധരൻ പുതിയ ആരോപണം ഉന്നയിച്ചത്. മുരളിയും VD സതീശനും ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനുള്ള തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് പത്മജ.